നമസ്കാരം മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തായിരുന്നോ? ടീച്ചർ തന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തായിരുന്നോ? ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിനെ ഏൽപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് കടന്നാലോ? അപ്പോൾ ഇന്ന് ആദ്യം നമുക്കൊരു പാട്ട് പഠിക്കാം. എല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു വഞ്ചിപ്പാട്ട് പഠിച്ചാലോ? നമ്മുടെ കൂടെ പാടാനായിട്ട് വേറെ 2 ടീച്ചർമാരും കൂടെ ഉണ്ട്. അവരെ കൂടെ നമുക്ക് വിളിക്കാം. കൂട്ടുകാരെ നോക്കിടുവിൻ തിത്തൈതകതൈതോ, 10 കൂട്ടം 100 കണ്ടോ തിത്തിത്താര തിത്തേ. 10 കൂട്ടം 100 ചേർന്നാൽ എത്രയായിടും? ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ, ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ. കൂട്ടുകാരെ നോക്കിടുവിൻ തിത്തേ തകതൈതോ, 500ന്റെ കൂട്ടം കണ്ടോ തിത്തിത്താര തിത്തേ. 2 കൂട്ടം 500 ചേർന്നാൽ എത്രയായിടും? ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ, ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ. കൂട്ടുകാരെ നോക്കിടുവിൻ തിത്തേ തകതൈതോ, 1000 കൂട്ടം കണ്ടോ തിത്തിത്താര തിത്തേ. 2 കൂട്ടം 1000 ചേർന്നാൽ എത്രയായിടും? ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ, ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ, ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ. അപ്പോൾ വഞ്ചിപ്പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇനി എല്ലാവരും ടീച്ചർമാരുടെ കൂടെ ചേർന്നൊന്ന് പാടി നോക്കിയേ. നമുക്കൊന്ന് പാടി നോക്കാം. കൂട്ടുകാരെ നോക്കിടുവിൻ തിത്തേ തകതൈതോ, 10 കൂട്ടം 100 കണ്ടോ തിത്തിത്താര തിത്തേ. 10 കൂട്ടം 100 ചേർന്നാൽ എത്രയായിടും? ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ, ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ. കൂട്ടുകാരെ നോക്കിടുവിൻ തിത്തിത്താര കൂട്ടുകാരെ നോക്കിടുവിൻ തിത്തേ തകതൈതോ, 500ന്റെ കൂട്ടം കണ്ടോ തിത്തിത്താര തിത്തേ. 2 കൂട്ടം 500 ചേർന്നാൽ എത്രയായിടും? ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ, ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ. കൂട്ടുകാരെ നോക്കിടുവിൻ തിത്തേ തകതൈതോ, 1000 കൂട്ടം കണ്ടോ തിത്തിത്താര തിത്തേ. 2 കൂട്ടം 1000 ചേർന്നാൽ എത്രയായിടും? ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ, ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ, ഓ തിത്തിത്താര തിത്തേ തിത്തേ തകതൈതോ.
ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ. കൂട്ടുകാരെ, നിങ്ങൾക്കിതുപോലെ 1000 വരുന്ന പാട്ടുകൾ പാടാൻ അറിയാമോ? ടീച്ചർ ഒരു പാട്ട് പാടിത്തരാം. 1000 പാദസരങ്ങൾ കിലുങ്ങി. ഇനി അടുത്ത ഒരു പാട്ടും കൂടെ പാടിത്തരാം. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. കൂട്ടുകാർ കേട്ടില്ലേ? ഇനി ഇതുപോലെ 1000 വരുന്ന പാട്ടുകൾ നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പാടിത്തരണം കേട്ടോ. എന്നാൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര 100 ചേരുമ്പോഴാണ് 1000 ആവുന്നത്? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കേ, എത്ര 100 ചേരുമ്പോഴാണ് 1000 ആവുന്നത്? ആരെങ്കിലും ഉത്തരം പറയാമോ? 10 100 ചേരുമ്പോഴാണ് 1000 ആവുന്നത്. വെരി ഗുഡ്. എന്നാൽ ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, എത്ര 10 ചേരുമ്പോഴാണ് 1000 ആവുന്നത്? പെട്ടെന്നൊന്ന് ചിന്തിച്ച് പറഞ്ഞ്, എത്ര 10 ചേരുമ്പോൾ 1000 ആവും? 100 10 ചേരുമ്പോഴാണ് 1000 ആകുന്നത്. എല്ലാവർക്കും അറിയാലോ, മിടുക്കനാണ്. വെരി ഗുഡ്. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരി അന്നക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷങ്ങളിലൂടെ ഒന്ന് കടന്നു പോയാലോ? അന്നക്കുട്ടിയുടെ പിറന്നാളിന് കൂട്ടുകാർക്ക് നൽകാനായി അച്ഛനും അമ്മയും മിഠായികൾ വാങ്ങിക്കൊടുത്തിരുന്നു. അന്നക്കുട്ടിയുടെ അച്ഛൻ 600 മിഠായി വാങ്ങിക്കൊടുത്തു. അമ്മയാകട്ടെ 400 മിഠായികളും വാങ്ങിക്കൊടുത്തു. അന്നക്കുട്ടിയുടെ സ്കൂളിൽ ആകെ 1000 കുട്ടികളാണുള്ളത്. അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത മിഠായികൾ കൂട്ടുകാർക്കെല്ലാം കൊടുക്കാൻ തികയുമോ? അത് കണക്കാക്കി നോക്കാനേ നമുക്ക് അന്നക്കുട്ടി ഒന്ന് സഹായിച്ചാലോ? അച്ഛൻ എത്ര മിഠായിയാണ് നൽകിയത്? 600 അല്ലേ? അപ്പോൾ നമുക്ക് 600 ഇവിടെ എഴുതിയാലോ? 1ൻ്റെ സ്ഥാനത്ത് 0, 10ൻ്റെ സ്ഥാനത്ത് 0, 100ൻ്റെ സ്ഥാനത്ത് 6. ശരി. ഇനി അമ്മ എത്ര മിഠായികളാണ് കൊടുത്തത്? 400 മിഠായികൾ അല്ലേ? അത് നമുക്കിവിടെ എഴുതാം. 1ൻ്റെ സ്ഥാനത്ത് 0, 10ൻ്റെ സ്ഥാനത്ത് 0, 100ൻ്റെ സ്ഥാനത്ത് 4. നമുക്കൊന്ന് കൂടി നോക്കിയാലോ? 0 0 എത്രയാ? 0. 0 0 ചേരുമ്പോൾ 0. ഇനി 6 4, 6 4 കൂടെ ഒന്ന് കൂട്ടിയാലോ? 6 ഇവിടെ ഉണ്ട്. ഇനി 4, 6 കഴിഞ്ഞ് 7 8 9 10 10. അപ്പോൾ ആകെ എത്ര മിഠായികളാണ്? 1000 മിഠായികളുണ്ട്. അപ്പോൾ അന്നക്കുട്ടിക്ക് അച്ഛനും അമ്മയും കൂടെ എത്ര മിഠായികൾ ആകെ വാങ്ങിക്കൊടുത്തത്? 1000 മിഠായികളല്ലേ? അപ്പോൾ അന്നക്കുട്ടിയുടെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കാൻ തികയോ? എത്ര കൂട്ടുകാരാണ് ഉള്ളത്? 1000 കൂട്ടുകാരുണ്ട്. തികയോ അല്ലേ? ശരി. അന്നക്കുട്ടിയുടെ സ്കൂളിൽ ആകെ 4 ക്ലാസ്സുകളാണുള്ളത്. ഈ 4 ക്ലാസ്സിലും കൊടുക്കാനായിട്ട് അന്നക്കുട്ടി ഓരോ പ്രത്യേകം പാക്കറ്റുകളാക്കി മിഠായികളെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഓരോ പാക്കറ്റിലും എത്ര മിഠായികളുണ്ടെന്നറിയാവോ? നമുക്ക് നോക്കിയാലോ? ഇതാ ആദ്യത്തെ പാക്കറ്റ്, 300 മിഠായികളുണ്ട്. ഇനി അടുത്ത പാക്കറ്റ്, ഈ പാക്കറ്റിലും 300 മിഠായികളാണുള്ളത്. ഇനി അടുത്ത പാക്കറ്റ്, ഈ പാക്കറ്റിലോ 200 മിഠായികൾ അല്ലേ? ഇനി നാലാമത്തെ പാക്കറ്റിൽ എത്ര മിഠായികളാണ്? ഇതിലും 200 മിഠായികളുണ്ട്. അപ്പോൾ ഈ 4 പാക്കറ്റുകളുമായിട്ട് അന്നക്കുട്ടി എത്ര മിഠായികളാണ് അടുക്കി വെച്ചിരിക്കുന്നത്? നമുക്കൊന്ന് കണക്കൂട്ടി നോക്കിയാലോ? അപ്പോൾ അന്നക്കുട്ടി എത്ര പാക്കറ്റുകളിലായിട്ടാണ് മിഠായി പാക്ക് ചെയ്തിരുന്നത്? 4 പാക്കറ്റുകൾ അല്ലേ? ഇനി നമുക്ക് ഓരോ പാക്കറ്റിൽ എത്ര മിഠായികളുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ പാക്കറ്റിൽ 300 മിഠായികൾ. അന്നക്കുട്ടി എത്ര പാക്കറ്റുകളായിട്ടാണ് മിഠായി പാക്ക് ചെയ്തിരുന്നത്? 4 പാക്കറ്റുകളായിട്ടല്ലേ?
ഇനി നമുക്ക് ഓരോ പാക്കറ്റിൽ എത്ര മിഠായി ഉണ്ടെന്ന് നോക്കാം. ആദ്യത്തെ പാക്കറ്റിൽ 300 മിഠായികൾ. അപ്പം നമുക്ക് ഈ കോളത്തിൽ എഴുതിയാലോ. 1ന്റെ സ്ഥാനത്ത് 0, 10ന്റെ സ്ഥാനത്ത് 0, 100ന്റെ സ്ഥാനത്ത് 3. ഇനി നമുക്ക് രണ്ടാമത്തെ പാക്കറ്റിൽ എത്ര മിഠായി ഉണ്ടെന്ന് നോക്കിയാലോ. രണ്ടാമത്തെ പാക്കറ്റിൽ എത്ര മിഠായി ആയിരുന്നു? 300 അല്ലേ. ഈ 300 നമുക്കിവിടെ കോളത്തിൽ എഴുതാം. 1ന്റെ സ്ഥാനത്ത് 0, 10ന്റെ സ്ഥാനത്ത് 0, 3ന്റെ സ്ഥാനത്ത് 100ന്റെ സ്ഥാനത്ത് 3. ഇനി മൂന്നാമത്തെ പാക്കറ്റ്. മൂന്നാമത്തെ പാക്കറ്റിൽ എത്ര മിഠായി ഉണ്ടായിരുന്നേ? 200 മിഠായി. ആ 200 നമുക്കിവിടെ കോളത്തിൽ എഴുതാം. ഇവിടെ 1ന്റെ സ്ഥാനത്ത് എത്രയാണ്? 0, 10ന്റെ സ്ഥാനത്ത് 0. എത്ര 100കളാ? 2. അപ്പോൾ 100ന്റെ സ്ഥാനത്ത് 2. ഇനിയും നാലാമതൊരു പാക്കറ്റ് ഇവിടെ ഇല്ലേ? നാലാമത്തെ പാക്കറ്റിൽ എത്ര മിഠായി ആയിരുന്നു? 200. അപ്പോൾ നമുക്ക് ഈ 200നെ കോളത്തിൽ എഴുതാം. ഒരിടത്തായിട്ട് പറഞ്ഞ 1ന്റെ സ്ഥാനത്ത് എത്രയായിരുന്നു? 0, 10ന്റെ സ്ഥാനത്ത് 0. എത്ര 100? 200. അപ്പോൾ 100ന്റെ സ്ഥാനത്ത് 2. ഇനി ഈ 4 പാക്കിലും കൂടി എത്ര മിഠായി ഉണ്ടെന്ന് നോക്കിയാലോ. നമുക്ക് കൂട്ടി നോക്കാം. ഈ 4 0 കൊണ്ട് കൂട്ടി നോക്കിയാലോ. 0 അധികം 0 അധികം 0 അധികം 0 എത്രയാ? 0. ഇനി 10ന്റെ സ്ഥാനത്ത് 0 അധികം 0 അധികം 0 അധികം 0 എത്രയായി? 4 0 കൊണ്ട് ചേർക്കുമ്പോൾ വീണ്ടും 0. ഇനി 100ന്റെ സ്ഥാനം കൂട്ടി നോക്കാമോ? 3 അധികം 3 അധികം 2 അധികം 2. ആദ്യം 3 അധികം 3 കൂട്ടിയാലോ. 1 2 3. ഇവിടെ ഒരു 3 ഉണ്ട്. അതിൻ്റെ കൂടെ 3 കൂട്ടാം. 4 5 6. ഈ 6ന്റെ കൂടെ ഇനി 2 കൂട്ടണം അല്ലേ. 1 2. ഇപ്പൊ ഇവിടെ എത്രയായിരുന്നു ഉണ്ടായിരുന്ന? 6. 6 കഴിഞ്ഞാൽ 7 8. അപ്പോൾ 8. ഇനി 8ന്റെ കൂടെ ഒരു 2 കൂടെ ഇല്ലേ? ഈ 2നെ കൂടെ കൂട്ടാം. 1 2. അപ്പോൾ 8 കഴിഞ്ഞിട്ട് എത്രയാ? 9 10. അപ്പോൾ 100ന്റെ സ്ഥാനത്ത് 10 എഴുതാം. അപ്പോൾ ആകെ എത്ര മിഠായികളായി? 1000 മിഠായികളാണ് ഈ 4 പാക്കറ്റുകളിലായിട്ട് അന്നക്കുട്ടി അടുക്കി വെച്ചത്. അപ്പോൾ 4 പാക്കറ്റിലുമായിട്ട് അന്നക്കുട്ടി ആകെ എത്ര മിഠായികളാണ് നിറച്ച് വെച്ചിരിക്കുന്നത്? 1000 മിഠായികളാണ് അന്നക്കുട്ടി നിറച്ച് വെച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, ഇവിടെ നിങ്ങൾ എന്താണ് കണ്ടത്? കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും എല്ലാവരും ചേർന്ന് ഒരു ദുരിതാശ്വാസ നിധി സമാഹരിക്കുകയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് അധ്യാപകരെല്ലാം കൂടി എത്ര രൂപയാണ് നൽകിയെന്നറിയാമോ? 2425 രൂപ. അപ്പോൾ കുട്ടികൾ നൽകിയതോ 2432 രൂപ. അധ്യാപകർ നൽകിയ സംഭാവനയിലാണെങ്കിൽ 2000 രൂപയുടെയും 100 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകളും 10 രൂപയുടെയും 1 രൂപയുടെയും നാണയങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്ന് എത്ര എണ്ണം വീതം ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. അധ്യാപകർ നൽകിയ സംഭാവനയിൽ 2000ൻ്റെ 1 നോട്ട്, 200ൻ്റെ 2 നോട്ട്, 20ൻ്റെ 1 നോട്ട്, 1 രൂപയുടെ 5 നാണയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ആകെ എത്രയുണ്ടെന്നൊന്ന് കൂട്ടി നോക്കിയാലോ. 2000ൻ്റെ 1 നോട്ട്, അപ്പോൾ 2000 രൂപ. 200ൻ്റെ 2 നോട്ട്, അപ്പോൾ 200ഉം 200ഉം എത്ര രൂപയായി?
400 രൂപ. 20 രൂപയുടെ ഒരു നോട്ട്, അപ്പോൾ 20 രൂപ. പിന്നെ 1 രൂപയുടെ 5 നാണയങ്ങൾ, അപ്പോൾ എത്ര രൂപയായി? 5 നാണയങ്ങൾ 5 രൂപ. 2000-ൻ്റെ ഒരു നോട്ട്, അപ്പോൾ 2000. ഇനി 200-ൻ്റെ 2 നോട്ടുകൾ, അപ്പോൾ എത്ര രൂപയാ? 200 200 400 രൂപ. 2400. ഇനി 20 രൂപയുടെ ഒരു നോട്ട്, അപ്പോൾ 2420. ഇനി 1 രൂപയുടെ 5 നാണയങ്ങൾ അല്ലേ, അപ്പോൾ 2425 രൂപ. ഇത്രയാണ് അധ്യാപകർ നൽകിയ തുക. ഇനി കുട്ടികൾ നൽകിയ തുക. കുട്ടികൾ എത്ര രൂപയാണ് നൽകിയത്? 2432 രൂപ. അതായത് 2000-ൻ്റെ ഒരു നോട്ട്, 200-ൻ്റെ 2 നോട്ട്, 10-ൻ്റെ 3 നോട്ട്, 1 രൂപയുടെ 2 നാണയങ്ങളും. അപ്പോൾ നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കിയാലോ. 2000-ൻ്റെ ഒരു നോട്ട്, 200-ൻ്റെ 2 നോട്ട്, അപ്പോൾ എത്ര രൂപയാണ്? 200 200 400. 2400. ഇനി 10 രൂപയുടെ എത്ര നോട്ടായിരുന്നു? 3 നോട്ട്. 10 രൂപയുടെ 3 നോട്ടാകുമ്പോൾ 30 രൂപ അല്ലേ? 2430. ഇനി 1 രൂപയുടെ എത്ര നാണയങ്ങളായിരുന്നു? 2 നാണയങ്ങൾ. അപ്പോൾ എത്ര രൂപയാ? 2 രൂപ. $2432 രൂപ. അപ്പോൾ ഇനി നമുക്ക് അധ്യാപകരും കുട്ടികളും ചേർന്ന് എത്ര രൂപയാണ് സമാഹരിച്ചതെന്ന് കണ്ടെത്തിയാലോ. അപ്പോൾ അധ്യാപകരിൽ നിന്ന് ശേഖരിച്ച എത്ര രൂപയാണ്? 2425 രൂപ. അപ്പോൾ ഇതിനെ നമുക്ക് ഈ കോളങ്ങളിലായിട്ട് എഴുതിയാലോ. ഒന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 5. എത്ര 10 ഉണ്ട്? 2 10. എത്ര 100 ഉണ്ട്? 4 100കളുണ്ട് അല്ലേ. ഇനി എത്ര ആയിരങ്ങൾ? 2 ആയിരങ്ങൾ. നമ്മളിത് എഴുതി. ഇനി കുട്ടികളുടെ കുട്ടികളിൽ നിന്ന് എത്ര രൂപയാണ് ശേഖരിച്ചത്? 2432 രൂപ അല്ലേ. ഇത് നമുക്ക് ഈ കോളങ്ങളിലായിട്ട് എഴുതിയാലോ. എത്ര ഒന്നുകളുണ്ട്? 2 ഒന്നുകൾ. എത്ര 10കളാണ്? 3 10കൾ. എത്ര 100കളുണ്ട്? 4 100കളുണ്ട് അല്ലേ. എത്ര ആയിരങ്ങൾ? 2. നമ്മൾ എഴുതി. ഇനി ഈ അധ്യാപകരും കുട്ടികളും കൂടി ചേർന്ന് എത്ര രൂപയാണ് ശേഖരിച്ചതെന്ന് നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ. 5 ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് 2 വേണം അല്ലേ. 1 2. 5 കഴിഞ്ഞാൽ 6 7. ഇവിടെ 7 എഴുതാം. ശരി. ഇനി 10കൾ കൂട്ടി നോക്കിയാലോ. 2 3. 2 ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് 3 എടുക്കാം. 1 2 3. 2 കഴിഞ്ഞ് 3 4 5. അപ്പോൾ 5 ഇവിടെ എഴുതിയാലോ. ശരി. ഇനി 100കൾ കൂട്ടി നോക്കാം. 100കൾ എത്രയാണ്? 4 4. ഒരു 4 ഇവിടെ ഉണ്ട്. അടുത്ത 4 നമുക്ക് എടുത്താലോ. 1 2 3 4. ഇനി 4 കഴിഞ്ഞ്
5, 6, 7, 8. 8 ഇവിടെ എഴുതിയാലോ? എഴുതാം. ശരി. ഇനി ആയിരങ്ങൾ കൂട്ടി നോക്കാം. ആയിരങ്ങൾ എത്രയാ? 2 ഉം 2. 2 ഇവിടെ ഉണ്ട്. അടുത്ത 2, 1, 2. 2 കഴിഞ്ഞ് 3, 4. 4 ഇവിടെ എഴുതിയാലോ? ശരി, 4. അപ്പോൾ ആകെ എത്ര രൂപയാണ് പിരിച്ചേ? 4857 രൂപ. അപ്പോൾ അധ്യാപകരും കുട്ടികളും കൂടെ ചേർന്ന് എത്ര രൂപയാണ് സമാഹരിച്ചത്? 4857 രൂപ. അപ്പോൾ ഇന്നത്തെ ഗണിത ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം എല്ലാവർക്കും മനസ്സിലായോ? ഇനി ടീച്ചർ കുറച്ച് പ്രവർത്തനങ്ങൾ തരാം. എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടീച്ചറിനെ ഏൽപ്പിക്കുക. പ്രവർത്തനം 1. സാരംഗിൻ്റെ അച്ഛൻ 3450 രൂപ കൊടുത്ത് ഒരു മിക്സിയും 2310 രൂപ കൊടുത്ത് ഒരു പ്രഷർ കുക്കറും വാങ്ങി. മിക്സിക്കും പ്രഷർ കുക്കറും കൂടി ആകെ എത്ര രൂപയായി? പ്രവർത്തനം 2. സ്കൂളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ ജൂൺ മാസത്തിൽ 2520 രൂപയുടെ പച്ചക്കറികളും ജൂലൈ മാസത്തിൽ 2450 രൂപയുടെ പച്ചക്കറികളും വാങ്ങി. ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും കൂടി ആകെ എത്ര രൂപയുടെ പച്ചക്കറികൾ വാങ്ങി? പ്രവർത്തനം 3. അനുവിൻ്റെ അച്ഛൻ 2425 രൂപ കൊടുത്ത് ഒരു മേശയും 1340 രൂപ കൊടുത്ത് ഒരു കസേരയും വാങ്ങി. മേശയ്ക്കും കസേരയ്ക്കും കൂടി ആകെ എത്ര രൂപയായി? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.